ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റീസും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു നീണ്ട വർഷക്കാലത്തെ ഡിപ്ലോമാറ്റിക് ബന്ധം തന്നെയാണ് റഷ്യയെ ഇന്ത്യൻ MBBS സ്റ്റുഡൻസിന്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയിട്ടുള്ളത്. 1985 മുതൽ തന്നെ, അതായത് ഏതാണ്ട് 40 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇന്ത്യയിൽ നിന്നും MBBS പഠനത്തിനായി റഷ്യയിലേക്ക് പോയി തുടങ്ങിയിട്ടുള്ളതാണ്. നിലവിൽ ഏതാണ്ട് 4000-ഓളം സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും റഷ്യയിൽ MBBS പഠനത്തിനായിട്ട് എൻറോൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി പോലെ തന്നെ റഷ്യയിലെ ഒരുപാട് റെപ്യൂട്ടഡ് MBBS യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. റഷ്യയിലെ മറ്റു ചില യൂണിവേഴ്സിറ്റികളുടെ വീഡിയോ നമ്മളുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഫീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ചെച്ചൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. റഷ്യയിലെ ഗ്രോൺസി സിറ്റിയിലാണ് നമ്മളുടെ ചെച്ചൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ജോർജിയയുടെ ബോർഡർ സിറ്റി കൂടിയാണ് ഗ്രോൺസി. 1938 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇന്ന് 87 വർഷത്തെ മെഡിക്കൽ എക്സ്പീരിയൻസ് ആണുള്ളത്. മോഡേൺ ടീച്ചിങ് ഫെസിലിറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അപ്ഡേറ്റഡ് ലബോറട്ടറീസ് എന്നിവയുള്ളതിനാൽ തന്നെ ഒരു MBBS സ്റ്റുഡന്റിന് മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കി ഒരു സർട്ടിഫൈഡ് ഡോക്ടറായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. റഷ്യയിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെ ഒരു MBBS സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. വെൽക്കം ഓൾ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാനായി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന റഷ്യയിലെ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഇന്ത്യയിലെ NMC, WHO, ECFMG, ഫെയ്മാർ തുടങ്ങിയ വേൾഡ് റെക്കഗ്നൈസേഷൻസുള്ള യൂണിവേഴ്സിറ്റികളാണ്. റഷ്യയിലെ മെഡിക്കൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് സയന്റിഫിക് റിസർച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ഈ അടുത്തിടെ കണ്ടെത്തിയ ക്യാൻസർ വാക്സിനും റഷ്യയുടെ റിസർച്ചിന്റെ തുടർക്കഥയാണ്. WHO, NMC പോലെയുള്ള ഇമ്പോർട്ടന്റ് അക്രഡിറ്റേഷൻസ് എല്ലാം തന്നെ റഷ്യയിലെ മറ്റേത് യൂണിവേഴ്സിറ്റിയും പോലെ തന്നെ ചെച്ചൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ MBBS കരിക്കുലത്തെ കുറിച്ചിട്ടും MBBSന്റെ ഡ്യൂറേഷനെ കുറിച്ചിട്ടും കൂടുതൽ മനസ്സിലാക്കാം. ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ടോട്ടൽ 12 സെമസ്റ്ററുകളായിട്ട് 6 വർഷത്തെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് MBBS പ്രോഗ്രാം ആണ് നിങ്ങൾ പഠിക്കുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ നിങ്ങൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഫിസിയോളജി, അനാട്ടമി തുടങ്ങിയ ബേസിക് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചു വരുന്നത്. ചെച്ചൻ യൂണിവേഴ്സിറ്റിയുടെ MBBS കരിക്കുലമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, MBBS വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ രാജ്യത്തെയും ഏതാണ്ട് ഒരേ ഫോർമാറ്റിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നത് ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ്. ഇന്റേണൽ മെഡിസിൻ, ഗൈനക്കോളജി, സർജറി, ഓർത്തോ, പീഡിയാട്രിക് പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആണ് നിങ്ങൾ ഈ വർഷങ്ങളിൽ പഠിച്ചു വരുന്നത്. പേഷ്യൻസ് ഇന്ററാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും പഠനത്തോടു കൂടെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ MBBS കരിക്കുലം മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ ചെച്ചൻ യൂണിവേഴ്സിറ്റിയിലത്തെ എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും നിങ്ങൾക്ക് റിട്ടൺ എക്സാമുകളായിട്ടും ഓറൽ എക്സാമുകളായിട്ടും പ്രാക്ടിക്കൽ എക്സാമുകളായിട്ടും നടത്തി വരുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ, ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും നിങ്ങൾ പാസ്സാവേണ്ടതുണ്ട്. പ്രാക്ടിക്കൽസും ക്ലിനിക്കൽസും കൂടാതെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് എക്സാമിനേഷൻസും യൂണിവേഴ്സിറ്റി നടത്തി വരുന്നുണ്ട്. ഇന്റേൺഷിപ്പ് സമയത്ത് നിങ്ങളുടെ ഫൈനൽ ഇവാലുവേഷൻ സെഷൻസ് എക്സാമുകളും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇതോടുകൂടെ തന്നെ നിങ്ങൾ വൈവ എക്സാമുകളും ക്ലിയർ ചെയ്യേണ്ടി വരേണ്ടതുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് എക്സാം ഫോളോ ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ തന്നെ റഷ്യയിലെ സ്റ്റാൻഡേർഡ് ഗ്രേഡിംഗ് സിസ്റ്റമാണ് ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. എക്സലന്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി, ഫെയിൽ എന്നിങ്ങനെ കണ്ടിന്യൂസ് അസസ്മെന്റ്സും പ്രാക്ടിക്കൽ ഇവാലുവേഷനും പിന്നെ ഫൈനൽ എക്സാമിനേഷനും ഇങ്ങനെയുള്ള ഒരു എക്സാമിലൂടെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മിനിമം സാറ്റിസ്ഫാക്ടറി ഗ്രേഡെങ്കിലും വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സെമസ്റ്ററിൽ പാസ്സാവുകയുള്ളൂ. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചെച്ചൻ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും അവിടെ നടക്കുന്ന ക്ലിനിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടും. ഏതൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും കാതലാണ് അവരുടെ അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസും അവർ കൊടുക്കുന്ന ക്ലിനിക്കൽസും. റിപ്പബ്ലിക്കൻ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, ഗ്രോൺസി സിറ്റി ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, ചിൽഡ്രൻ റിപ്പബ്ലിക് ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, എമർജൻസി മെഡിക്കൽ സർവീസ് ഹോസ്പിറ്റൽ എന്നിങ്ങനെ 4ഓളം പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് ആണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ട്രെയിനിങ്ങുകൾ നടക്കുന്ന ഹോസ്പിറ്റലുകളായിട്ട് ടോട്ടൽ 3500 ബെഡ് കപ്പാസിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ആണ് ചെച്ചൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. റഷ്യയിലെ
റഷ്യയിലെ മറ്റേത് യൂണിവേഴ്സിറ്റിയെക്കാളും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ നോളജ് ഈ ഒരു ചെച്ചൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. 3500ഓളം വരുന്ന ബെഡ് സ്പേസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു അഡ്വഞ്ചർ തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ചെച്ചൻ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ടും എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ടുമാണ്. അനാട്ടമി, സർജറി, പീഡിയാട്രിക്സ്, ഇന്റേണൽ മെഡിസിൻസ് എന്നിങ്ങനെ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസും ഡോക്ടേഴ്സും മെഡിക്കൽ PhD ഹോൾഡേഴ്സ് എന്നിങ്ങനെ 800ഓളം ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരാനായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. എൻട്രി ക്രൈറ്റീരിയയിലേക്ക് വരികയാണെങ്കിൽ തന്നെ +2 നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 60% മുകളിൽ അഗ്രഗേറ്റഡ് മാർക്കുള്ള ഏതൊരു സ്റ്റുഡന്റിനും ചെച്ചൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം എന്നതും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എൻട്രി ക്രൈറ്റീരിയ ആണ്. ഇനി ഈ ഒരു യൂണിവേഴ്സിറ്റിയിലത്തെ ഇൻടേക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഇൻടേക്ക് ആണ് ഇവിടെ ഉള്ളത്. അപ്ലിക്കേഷൻസ് വിൻഡോ ഓപ്പൺ ആവുന്നത് തന്നെ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ടൈം പീരീഡിലാണ്. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു MBBS സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സെപ്റ്റംബർ, ഒക്ടോബർ എന്നിങ്ങനെയുള്ള ഒരു മാസങ്ങളിലാണ് നിങ്ങളുടെ അക്കാഡമിക് സെഷൻ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചെച്ചൻ യൂണിവേഴ്സിറ്റിയിലെ ഫീസിനെ കുറിച്ചിട്ടും അക്കോമഡേഷനെ കുറിച്ചിട്ടും ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടും കൂടുതൽ മനസ്സിലാക്കാം. ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇയർലി വെറും 2 ലക്ഷം രൂപയാണ്. അതായത് ഇന്ത്യൻ റുപ്പീസും റൂബിളും ഏതാണ്ട് സെയിം തന്നെയാണ്. സോ 2 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഫീസ് ആയിട്ട് വരുന്നത്. ഉയർന്ന നിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹോസ്റ്റൽ ഫീസ് ആണെങ്കിൽ ചെച്ചനിൽ വളരെ അഫോർഡബിൾ ആണ്. ഇയർലി ഏതാണ്ട് 45,000 രൂപയിൽ താഴെ മാത്രമാണ് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇതോടുകൂടെ തന്നെ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസും എടുക്കാവുന്നതാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു ഹെൽത്തിയും അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സും ഗ്രോസറീസും ഗ്രെയിൻസും റൈസും മീറ്റും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു പഠന സമയത്ത് ഗ്രോസറി എക്സ്പെൻസ് ആയിട്ട് മന്ത്ലി ഏതാണ്ട് 5,000 രൂപ മാത്രമാണ് കണക്കാക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസും നിങ്ങളുടെ അക്കോമഡേഷൻ ചാർജസും നിങ്ങൾക്ക് വരുന്ന മന്ത്ലി എക്സ്പെൻസ് എല്ലാം കൂടുകയാണെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാവലിംഗിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ഗ്രോസ്ലി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം വരുന്നത്. നോർമലി കേരളത്തിൽ നിന്നും റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് വരുന്നത്. കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്കും ഷാർജയിൽ നിന്നും നമ്മൾ ഡെസ്റ്റിനേഷനിലേക്കുമാണ് ട്രാവൽ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വരുന്നത് തന്നെ ഏതാണ്ട് 45,000 രൂപ മുതലാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ റഷ്യയിൽ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് നല്ലതുപോലെ നോക്കാറുണ്ട്. റഷ്യയിലെ ഒട്ടുമിക്ക സിറ്റീസും മാസങ്ങളോളം -ഡിഗ്രിയിൽ കഠിനമേറിയ തണുപ്പ് വരാറുണ്ട്. എന്നാൽ ചെച്ചൻ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഗ്രോൺസി സിറ്റിയിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക്കൽ റീജിയൻ കൂടിയിട്ടാണ്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ക്ലൈമറ്റിക്കൽ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹോട്ട് സമ്മേഴ്സും അതുപോലെ കോൾഡ് വിന്റേഴ്സും തരുന്ന ക്ലൈമറ്റിക്കൽ ഫ്രണ്ട്ലി ലാൻഡ് കൂടിയാണ് ചെച്ചൻ. ഇനി നമ്മൾ MBBS ശേഷം വരുന്ന ഓപ്ഷൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ റഷ്യയിൽ MBBS പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഒക്കെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 2025 FMG റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ 30% പാസിംഗ് പെർസെന്റേജ് ആണ് വന്നിട്ടുള്ളത്. അതായത് വിദേശത്ത് നിന്ന് MBBS പഠിച്ചു തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള 100-ൽ 30 ഡോക്ടേഴ്സ് പാസ്സായി എന്നതാണ് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണ് നെക്സ്റ്റ് എക്സാമിനേഷൻ. FMG എക്സാംസിനെ കുറിച്ചിട്ടും വരാനിരിക്കുന്ന NMCയുടെ നെക്സ്റ്റ് എക്സാമിനേഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ കാണേണ്ടതാണ്. ലിങ്ക് ഞാൻ മേലെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. എന്റെ നീണ്ട 13 വർഷത്തെ എഡ്യൂക്കേഷൻ കൗൺസിലർ സേവനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയും പിന്നീട് നീറ്റ് റിപ്പീറ്റ്, നീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്നിങ്ങനെ ചെയ്ത് സമയവും പണവും പാഴാക്കുന്നത് ഞാൻ നേരിട്ട് അനുദിനം വിറ്റ്നസ് ചെയ്യാറുള്ള ഒരാളാണ്. പഠിക്കാൻ മിടുമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ MBBS സീറ്റിന്റെ കുറവ് കാരണം കൊണ്ട് മാത്രം മെഡിക്കൽ സയൻസ് എന്നൊരു സ്വപ്നം മണ്ണിട്ട് മൂടുന്നത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. ഇതിന് ബദലായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് MBBS അബ്രോഡ്. വെറും 2 ലക്ഷം രൂപ ഫീസിൽ നിങ്ങൾക്ക് പ്രതിവർഷം പഠിക്കാൻ സാധിക്കുന്ന റിസർച്ച് ഓറിയന്റഡ് NMC അപ്രൂവ്ഡ് WDOMS ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കോ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോയെ കുറിച്ചും ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ആയിട്ടും ലൈക്ക് ആയിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ചെച്ചൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ MBBS അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.